മരുത്വ പോഷക് പ്ലസ് പ്രസൻസ്. ഹലോ മൈ ഡിയർ റോങ് നമ്പർ. ഹലോ, മുജീബ് ആണോ? മുജീബ്, എൻ്റെ പേര് വിൽസന്റ് എന്നാണേ. നമ്മളെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഷെരീഫ് ഇല്ലേ? അതന്നെ പാസഞ്ചർ തെറ്റിപ്പ്. അപ്പൊ നമ്മളെ ഒരു വീടിന്റെ പണി നമ്മുടെ പന്നിയങ്കര കല്ലായില്ലേ, അവിടെ വീടിന്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ വാതിൽ കട്ടില, പിന്നെ നമ്മുടെ കോണിപ്പടി ഇല്ലേ, അതിന് നമ്മള് മരത്തിൻ്റെതാണ് വെക്കാൻ തീരുമാനിച്ചത്. അപ്പൊ അതുണ്ട്. അപ്പൊ എങ്ങനെയാ അതിന്റെ ഒക്കെ കാര്യങ്ങൾ വരുന്നത് മുജീബിന്റെ അടുത്ത്? അത് എങ്ങനെയാണ്, നിങ്ങൾ മരം എടുത്തു തരാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഞാൻ മരം എടുത്തിട്ട് ചെയ്യാം. രണ്ട് വകുപ്പിലുണ്ട്. ഞാനെന്താ വെച്ചാൽ അടുത്ത മാസം പോവും, ഗൾഫ് പോവും. അപ്പൊ ഒരു മാസം കൊണ്ട് എനിക്ക് തീർത്തു തരാൻ പറ്റും എല്ലാ കാര്യങ്ങളും. ഒരു മാസം കൊണ്ട് തീരില്ല. അത് കട്ടിലുണ്ടാക്കിയില്ലല്ലോ? ഇല്ല, ഒന്നും ചെയ്തില്ല. ആ പരിപാടിയേ തുടങ്ങിയിട്ടില്ല. മരത്തിന്റെ പരിപാടി തുടങ്ങിയില്ല. ഇപ്പൊ കട്ടില വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ തേക്കണ്ടേ? വേണം. അത് ഒരു 3 ദിവസം കൊണ്ട് തീർത്തു തരാറുണ്ട്. 3 ദിവസം കൊണ്ടോ? അതായത് 24 hours വർക്ക്, 3 ടീമിനെ വെച്ചിട്ട്. ശരി. എനിക്ക് അങ്ങനെ എടുക്കാൻ കഴിയില്ല. ഇപ്പൊ ഞാനൊരു വേറൊരു വീടിന്റെ വർക്ക് തുടങ്ങിപ്പോയി. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്താ. അല്ല, അപ്പൊ എങ്ങനെയാണെങ്കിൽ ഇപ്പൊ മുജീബിന് ഇപ്പൊ എപ്പോ തീർത്തു തരാൻ പറ്റും? എനിക്കിപ്പോ ഒരു മാസം കൊണ്ട് എന്തായാലും തീർക്കാൻ കഴിയില്ല. എത്ര സമയം വേണ്ടി വരും? കാരണം എനിക്ക് അതിനനുസരിച്ച് എന്റെ ലീവ് നീട്ടണം. ഞങ്ങൾക്ക് ഗൾഫിൽ സ്വന്തം ഷോപ്പാ. അപ്പൊ എനിക്ക് അവിടെ എത്തിയിട്ട് വേണം എന്റെ. എന്താ അറിയോ, 2 മാസം കഴിഞ്ഞാലേ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. 2 മാസത്തേക്ക് ഓൾറെഡി ബുക്കിംഗാ. 2 മാസം കഴിഞ്ഞാലേ നീ തുടങ്ങുള്ളൂ. അല്ലാതെ ഇപ്പം നിനക്ക് തുടങ്ങാൻ ഒരു വഴിയില്ല. നമ്മുടെ റേറ്റിന്റെ കാര്യങ്ങളൊക്കെ 1.5 പണിയോ 2 പണിയോ 3 പണിയോ എങ്ങനെ വേണമെങ്കിൽ വെച്ച് കൂട്ടാം. അങ്ങനെ എടുക്കാം, അതല്ല പ്രശ്നം. ഞാനിപ്പോ എടുത്തു വെച്ച പണി പ്രശ്നമാവില്ലേ? ഞാൻ നമ്മുടെ MLA ഉണ്ടല്ലോ, MLA വളരെ വേണ്ടപ്പെട്ട ആളാണ്. മൂപ്പര് വിളിച്ചു പറഞ്ഞാൽ നീ ചെയ്തു തരുമോ? മൂപ്പര് പറഞ്ഞാൽ നീ ചെയ്തു തരുമോ? സോഫ സെറ്റ് ഒക്കെ ഉണ്ടല്ലോ. 2 മാസത്തേക്ക് പണി വേറെ എടുക്കാനില്ല, എനിക്ക് ഓൾറെഡി പണിയുണ്ട്. അതെന്താ നമ്മൾ തരുന്ന പൈസ ഒന്നല്ലടോ നിനക്കൊരു ഇതില്ലാത്തത്? അതിന് നമുക്കിപ്പോ പണിയുള്ള പണി ഒഴിവാക്കിയിട്ട് നിങ്ങൾ എടുക്കാൻ കഴിയില്ലല്ലോ. അല്ല, ഉള്ള പണി ഒഴിവാക്കില്ല. അതിനൊരു മാന്യതയല്ലേ? നിന്റെ വർത്താനം കേട്ടാൽ നിനക്ക് ഒരുപാട് എന്താ പറയാ സമ്പാദ്യമൊക്കെ ഉള്ള ആളാണ്. ഇതൊക്കെ ഒരു പുല്ലായിട്ടാണല്ലോ നീ കാണുന്നത്. എനിക്ക് എടുക്കാൻ കഴിയാൻ ഞാൻ എന്താ ചെയ്യാ? എനിക്കിപ്പോ 2 മാസം കഴിഞ്ഞിട്ട് എങ്ങനെ പണി എടുക്കാൻ കഴിയുള്ളൂ. അത് പറയുന്നതിനൊരു മാന്യത ഉണ്ടോ? നിങ്ങൾ ആരാ ആളുകൾ? പേരെന്താ? എന്റെ പേര് ഞാൻ നിന്നോട് നേരത്തെ മലയാളത്തിൽ പറഞ്ഞു. വിൽസന്റ് ആണ് എന്റെ സ്ഥലം. എന്റെ വീടും പന്നിയങ്കരയും കല്ലായിന്റെ ഇടയിൽ ആ പഴയ സൂപ്പർ മാർക്കറ്റിന്റെ അവിടെയാണ് ഉണ്ടാക്കുന്നത്, ആ കല്യാണ മണ്ഡപത്തിന്റെ അവിടെ. അതൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ? ആയിക്കോട്ടെ, എനിക്ക് എന്തായാലും 2 മാസം കഴിഞ്ഞിട്ട്. നിനക്ക് അപ്പുറത്തുള്ള ആളെ കൊണ്ട് വേണമെങ്കിൽ അത് ഒരു മാസം കൊണ്ട് തീർപ്പിക്കാനുള്ള അതിനുള്ള ആള് നമ്മുടെ അടുത്തുണ്ട്. ആയിക്കോട്ടെ. പണി പാളി. താങ്കൾ വിളിച്ച നമ്പർ ഈ സമയം കോളുകളൊന്നും സ്വീകരിക്കുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കോൾ എടുക്കാത്തതുകൊണ്ട് നമ്മൾ പറ്റിക്കാൻ പറഞ്ഞിട്ടുള്ള ആളായിട്ടുള്ള ഷാനവാസിനെ വിളിക്കാം. ഹലോ, ഞാൻ സൂരജ്, റെഡ് എഫ് വന്നത്. മുജീബിനെ വിളിച്ചു, മുജീബ് ഫോൺ എടുത്തു. കുറച്ചു നേരമൊക്കെ ആളിങ്ങനെ കക്കൊക്കെ പറഞ്ഞു. പിന്നീട് കോള് കട്ട് ചെയ്ത് പോയി ദേഷ്യം പിടിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്ത് ചെയ്യും? പ്രശ്നമാവോ? എന്നാ ഇപ്പൊ തന്നെ വിളിച്ച് കോംപ്രമൈസ് ചെയ്യട്ടാ. അപ്പൊ ശരി. ചില സമയത്ത് റോങ് നമ്പർ ഇങ്ങനെയും ആകാറുണ്ട്. ഹലോ മൈ ഡിയർ റോങ് നമ്പർ. ബ്രോട്ട് യു ബൈ മരുത്വ പോഷക് പ്ലസ്. ഉപയോഗിക്കൂ, യഥാർത്ഥ ഹീറോയാകൂ.